ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. തിരുവോണം ദിനത്തിലും അരങ്ങ് തകർക്കുകയാണ് ലോക. ഹിന്ദിയിൽ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തമിഴ് തെലുങ്ക് വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. അതിനോട് മുന്നോടിയായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആശംസകൾ. എന്തായാലും ഇന്നത്തെ ദിവസം മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഹിന്ദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ആദ്യ ദിനത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിയിലുള്ള കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 102ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് കളക്ഷനിലൂടെ വന്നിരിക്കുന്നത്. 19.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് മൊത്തമായി വന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചിരുന്ന 16 ലക്ഷം രൂപ വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 25 ലക്ഷത്തിന് മുകളിലേക്ക് വരുമെന്നുള്ളത്. എന്തായാലും ടോപ്പ് 5th അല്ലെങ്കിൽ ഓൾ ടോപ്പ് മൊത്തത്തിലുള്ള 5th പൊസിഷനിലാണ് സിനിമ നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ഏറ്റവും ടോപ്പിലെത്താനുള്ള ചാൻസുകളൊക്കെ ഏറെയായിരുന്നു ഒരു നല്ല റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ. പക്ഷേ രണ്ടാമത്തെ ദിവസവും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. എന്താണേലും രണ്ടാമത്തെ ദിവസം പറയുന്നത് ആദ്യ ദിനത്തിൻ്റെ മുകളിലേക്കുള്ള കളക്ഷനാണ്. ഇന്ന് ഇതുവരെ 12,40,000 രൂപ വന്നതായാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. രണ്ടാം ദിനവും മികച്ച രീതിയിലേക്ക് പോവുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇന്നും ഒരു 25 ലക്ഷം രൂപ ആണ്. പിന്നീട് സിനിമ ആളിക്കത്തിക്കോളും, ശനി ഞായർ ദിനങ്ങളിൽ കത്തിക്കോളും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലായിടത്തും കളക്ഷനെ വെച്ച് നോക്കുമ്പോൾ പോലും അഭിപ്രായങ്ങൾ അതിഗംഭീരമാണ്. അതേപോലെ തന്നെ ഹിന്ദി സിനിമ ലോകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് സിനിമയ്ക്ക് ലഭിക്കുന്നു. പ്രത്യേകിച്ച് ദുൽഖർ എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഏറ്റവും ഹിന്ദിയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന വാല്യൂം. സിനിമയ്ക്ക് മികച്ച സിനിമ എന്നുള്ള പേരും വന്നു. ഇനി ലോകയുടെ തമിഴ് വെർഷൻ്റെ 6 ദിനത്തെ കളക്ഷൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ സിനിമയ്ക്ക് 6ാം ദിവസവും 90 ലക്ഷം, 1 കോടിക്ക് തൊട്ടടുത്ത് ലഭിക്കുന്നു. അതായത് വ്യാഴാഴ്ചത്തെ കളക്ഷനാണ് എന്ന് ആലോചിച്ച് നോക്കുക. വ്യാഴാഴ്ച തമിഴിൽ സിനിമയ്ക്ക് 1 കോടിക്ക് അടുത്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ 6 കോടിയിലേക്ക് എത്തുകയാണ്. തമിഴ്നാട്ടിൽ 5,85 ലക്ഷത്തോളം എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നടക്കുകയാണ് സിനിമ. 7.5 കോടിക്ക് മുകളിലേക്ക് ഈ ഒരാഴ്ച എത്തും. ഒരുപക്ഷെ 8ലേക്ക് എത്താനുള്ള ചാൻസുകളും ഏറെയാണ്. ലോകയുടെ തമിഴ് കഴിഞ്ഞ് തെലുങ്ക് വെർഷനിലേക്ക് നടക്കുമ്പോൾ 7 ദിവസത്തെ അപ്ഡേറ്റുകൾ വരുമ്പോൾ സിനിമ ഓൾറെഡി അവിടെ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയത് 3.5 കോടിക്കാണെങ്കിൽ ഇതിനോടകം തന്നെ ഷെയർ തന്നെ 4 കോടി ലഭിച്ചു എന്നുള്ളതാണ് പുറത്ത് വരുന്ന നമുക്ക് അപ്ഡേറ്റുകൾ. 6 ദിവസം കൊണ്ട് സിനിമ 7 കോടിക്ക് അടുത്താണ് കിട്ടിയതെങ്കിൽ 7ാം ദിവസം സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷനാണ് വന്നത്. 1,15 ലക്ഷം രൂപയോളമാണ് വന്നത്. അതായത് സിനിമ 8 കോടിയിലേക്ക് തെലുങ്കിൽ നിന്നും എത്തുന്നു എന്നുള്ളതാണ്. ഓൾറെഡി വലിയ ഒരു വിജയ ആഘോഷങ്ങളെല്ലാം തന്നെ സിനിമയ്ക്ക് തെലുങ്കിൽ നടക്കുകയുണ്ടായി. തമിഴിലും വിജയാഘോഷങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാത്തിരുന്നത് ഈ പറഞ്ഞ പോലെ കിങ് ഓഫ് കൊത്തയെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെട്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് സിനിമ എത്തിയില്ല. 20 ലക്ഷം രൂപയായിരുന്നു ഹിന്ദിയിൽ സിനിമ ആദ്യ ദിനം നേടിയത്. അതിന് തൊട്ട് മുമ്പ് നിൽക്കുന്നത് മരക്കാർ 29,80,000 രൂപയാണ്. കുറുപ്പ് 40 ലക്ഷം രൂപയാണ്. എമ്പുരാൻ 76 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അതായത് ലോക ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 25 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ മരക്കാറിൻ്റെ മുകളിലേക്കൊക്കെ വരാമെന്നുള്ളത്. എന്നിരുന്നാലും എടുത്തു പറയാനുള്ളത് ഇത് മാർക്കോയുടെ കാര്യമാണ്. 1 ലക്ഷം രൂപ കിട്ടിയ മാർക്കോ 1 ലക്ഷം രൂപ പോലും നേടാത്ത മാർക്കോ 10 കോടി നേടിയാണ് വന്നത്. എന്താണ് ഹിന്ദി ബെൽറ്റിൽ അതിഗംഭീരമായ അതിശക്തമായ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.